ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് ഒരു അതിമനോഹരമായ ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് എംസോൺ വ്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നത്. ആ സംഗതി എന്താണെന്ന് ഞാൻ കാണിച്ചത്. തൊട്ടുപുറയിൽ കാണുന്ന ആ മരത്തിന്റെ അപ്പുറത്താണ് ആ സംഗതി, ആ ട്വിസ്റ്റ് കിടക്കുന്നത്. ഇതാണ് ആ വിദൂരയിൽ കാണുന്ന ഒരു തേനീച്ച കൂട്ടത്തെ പറത്തി വിട്ടതിന് ശേഷം അതിൽ നിന്നും തേനെടുക്കുന്ന ഒരു വീഡിയോയുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. തേനീച്ചെടുക്കുന്നത് ജോഷി ചേട്ടനാണ്. ആ തേനുകളെ മാറ്റിയ തേനെടുക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ കാണുന്നതാണ് ആ തേനീച്ചക്കൂട്. ആ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനീച്ചകളെ മാറ്റിയിട്ട് തേനെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ആ തോട്ടിയുടെ അറ്റത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഒരു ഈ തേനീച്ച മയങ്ങാൻ വേണ്ടി പ്രത്യേക രീതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ജോഷിച്ചേട്ടൻ വന്നിരിക്കുന്നത്. ദാരിൽ കത്തിക്കുമ്പോൾ പുക വന്ന് ആ ഈച്ചകളൊക്കെ തേനീച്ച കൂട്ടങ്ങൾ മയങ്ങി മാറുന്ന രീതിയാണ് നമ്മൾ ആ ഇങ്ങനെ കാണുന്നത്. അതൊന്നും നോക്കാം. നമ്മുടെ നോട്ടിൽ തന്നെ തേനീച്ച എല്ലാം മാറുകയാണ്. അതിൻ്റെ ആ ഒരു അറകളാണ് ഇപ്പൊ കാണുന്നത്. മഞ്ഞ രീതിയിൽ കണ്ടില്ല. ആ പുക വന്ന മൂലം തേനീച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇത് സാധാ തേനീച്ചയല്ല, ചെറിയൊരു ഗൗരവം കൂടിയതാണ്. ഞാൻ പിന്നെ തേനീച്ചെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുക വന്നപ്പോൾ എല്ലാ തേനീച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പുള്ളി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ എടുക്കേണ്ടതായിരുന്നു, കാരണം കുറച്ചധികം തേനീച്ച തന്നെ തേൻ പിടിച്ചു തീർന്നിരിക്കുകയാണ്. എങ്കിൽ നമുക്ക് ആ ഒരു രംഗം കാണാം. പുകച്ച് ഏകദേശം പകുതിയോളം കഴിഞ്ഞതാ. അതിനുശേഷം ഒടിച്ച് താഴെ ഇടുകയാണ്. താഴെ നമ്മുടെ മറ്റൊരു ടീം ചാക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം ആ ചാക്കില് ഈ തേന്റെ അറകള് വന്ന് വീഴുന്ന രീതിയാണ് ഈ കാണുന്നത്. പുള്ളി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നമ്മളെ തേനീച്ച ഉപദ്രവിക്കില്ല. അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാൽ മാത്രമേ തിരിച്ചു ഉപദ്രവിക്കുള്ളൂ. അത് ശരിയാ. അതും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ശേഷമുള്ള തേനീച്ചകളെയും ആ പുകച്ച് മാറ്റുകയാണ്. അതിനുശേഷം അത് മൊത്തം എടുക്കുന്ന രംഗം നമുക്ക് കാണാം. തേൻ അറകളെ മുറിച്ചു മാറ്റുമ്പോൾ കണ്ട തേൻ ഒഴുകുന്ന കണ്ടില്ലേ? ആ അറയിൽ നിന്നും തേൻ ഒഴുകുന്ന രംഗമാണ് ഇപ്പോൾ. ഈച്ച ഉണ്ട് ധാരാളം, എങ്കിലും അത് വകവയ്ക്കാതെ അതിനെ കുറച്ചവിടെ വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം മുറിച്ചെടുക്കുകയാണ്. താഴെ ചാക്കുള്ളതുകൊണ്ട് ചാക്ക് പറ്റുകയും അതാണ് രംഗം. അങ്ങനെ താഴെ നിന്ന് തേൻ ശേഖരിക്കുന്ന രംഗമാണ് കാണുന്നത്. ആ ഒരു പാത്രത്തിൽ എത്തിച്ചാണ് ധാരാളം തേനീച്ചകൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇനി പ്രത്യേകതയുണ്ട്. ഈ തേനീച്ച കൂട്ടിൽ നിന്ന് അത് മാറ്റിയാൽ തൊട്ടപ്പുറത്ത് മറ്റ് ഇലകളിലോ മറ്റ് മരങ്ങളിലും ഈ തേനീച്ച കൂട്ടമായിരിക്കുന്ന രംഗം കാണാം. ജോഷി ചേട്ടൻ ആ രംഗമാണ് കാണുന്നത്. ഇതൊരു മുല്ലയാണ്, വളരെ പഴക്കമുള്ള ഒരു മുല്ലയില് ആ തേനീച്ച എല്ലാം വന്ന് കൂടി നിൽക്കുന്ന രംഗമാണ്. അങ്ങനെ ആ തേനീച്ചനെ ജോഷി ചേട്ടൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ഉപദ്രവിച്ചില്ലെങ്കിൽ തിരിച്ചു ഉപദ്രവിക്കുക. ഉപദ്രവിച്ചാൽ മാത്രമാണ് തിരിച്ചു കൊത്തുകയുള്ളൂ. ആ തേനീച്ച കൂട്ടത്തിന് എടുത്തുകൊണ്ട് താഴത്തോട്ട് വരികയാണ്. ഇതിപ്പോ ഏകദേശം ഒരു 2 നില പൊക്കത്തിലാണ് ഈ സംഭവം. ഇത് ആ ഏണി വഴി താഴത്തോട്ട് ഇറങ്ങി വരികയാണ് ജോയിച്ചേട്ടൻ. അതിനുശേഷം ആ തേനീച്ചകളെ നമ്മുടെ കയ്യിൽ തരുന്ന രംഗവും കാണാം. വലത് കയ്യില് തേനീച്ചയുമായിട്ടാണ് ജോയിച്ചേട്ടൻ വരുന്നത്. ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് കടിക്കുകയല്ല, നമ്മൾ ഉപദ്രവിക്കാവുന്ന ആ രംഗമാണ് ഇത്. ഇതാണ് നമുക്ക് കിട്ടിയ
ഇനി പിഴുതെടുക്കണം. തൂക്കരെന്ന് പറയും. പലരും തൂക്കുമ്പോ ഇങ്ങനെ ഇവിടെ കൊണ്ടാ കുത്തുന്ന ഈ താഴെ ഭാഗം ഇങ്ങനെ ആകല്ലേ, തൂക്കുമ്പോ ഇങ്ങനെ ആകല്ലേ നമ്മൾ തൂക്കുമ്പോ, അപ്പൊ അതിന് കുത്താനുള്ള ഇരുന്ന് വരും. നമ്മുടെ ദേഹത്ത് വന്നിരുന്ന നമ്മൾ അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ തേൻ വിളവെടുത്തത്. കാരണം തേനിന് എടുത്തതിന് ശേഷം ആ തേനീച്ചെല്ലാം തിരിച്ചവരുടെ ഭവനം തേടി അവിടെ പോയി ഒത്തുകൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നത് ചെറിയ ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.